ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മളിന്ന് ചാണകമൊക്കെ എടുത്തിട്ട് മുറ്റം ഒന്ന് മെഴുകാൻ പോകാം കേട്ടോ. നമ്മൾ ബത്തേരി വന്നിട്ടാണുള്ളത്, വയനാടാണുള്ളത്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് മുറ്റമൊക്കെ മെഴുകാമെന്ന്. അപ്പോൾ എമ്മിനെ എടുത്തിട്ട് നമ്മൾ വയലിലേക്ക് ചാണകം എടുക്കാൻ പോകാം കേട്ടോ. കുഞ്ഞാപ്പൂ ചാണകം വരാൻ പോകുന്നതാ. കുഞ്ഞുമണി, അമ്പ എവിടെ? എവിടെ? കൊയ്ത്തൊക്കെ കഴിഞ്ഞ കണ്ടാണ്. ഇവിടെ കണ്ടത്തിൽ ചെറിയ ചെറിയ പുല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിക്കാനായിട്ട് പശുക്കളെ കെട്ടും. അമ്പ അപ്പിയിട്ടില്ല. എമിൻ എമിൻ എന്താ അത്? എന്താ അത്? അപ്പിയാണോ എമിൻ? ചീത്തയാണോ അത്? കുഞ്ഞുമാ, അത് കാണിച്ചു കൊടുക്കുമ്പോ അത് എത്തി നോക്കുക. നോക്കുതാ. എന്താ അത്? ബാഡ് സ്മെല്ലുണ്ടോ? കുഞ്ഞുമാ, ബാഡ് സ്മെല്ലുണ്ടോ? ഇഷ്ടായില്ല. അതാ മുകളിലേക്ക് കയറി എമ്മിൻ ആദ്യമായിട്ടാ നമ്മള്. പൊക്കോ കുഞ്ഞു, പൊക്കോ. ഇല്ല ഇല്ല ഇല്ല, അപ്പി കിട്ടിയില്ല, ചാണകം കിട്ടിയില്ല. ഇല്ലാന്ന് പറയാം മീൻ. ഇല്ല. അമ്മ അവിടുന്ന് ചാണകമൊക്കെ എടുക്കുന്നുണ്ട്. ആരെങ്കിലും ചോറൊക്കെ കഴിച്ച് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ചാണകം വേണോ? അയ്യേ, നിനക്കെന്തിനാ ചാണകം? തിന്നാനോ? ചാണകം എന്തിനാ? പതിയെ പോ. ഇല്ലേ പറഞ്ഞ ഒറ്റയ്ക്ക് പോവാൻ പറ്റുന്നു. അങ്ങനെ നമ്മൾ ചാണകമൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. ഈ ചീര ഒന്നും നട്ടൊന്നുമല്ല, തനിയെ കിളുത്ത് വന്നാട്ടോ. ഒന്നും ചെയ്തിട്ടില്ല, വെള്ളമൊന്നും ഒഴിക്കാറൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കറിവേപ്പൊക്കെ നമുക്ക് മരം പോലെയാണുള്ളത്. ഇത് നമ്മളെ കറിവേപ്പിലേൻ്റെ പൂവാട്ടോ. ഇത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. പിന്നെ നമുക്കിവിടെ ഇഷ്ടം പോലെ നാരങ്ങ കിട്ടും കേട്ടോ. നാരങ്ങ മീൻസ് മറ്റേ ലൈമ്, ചെറിയ നാരങ്ങ, അതുണ്ട്, കുറേ ഉണ്ട്. പിന്നെ നമുക്ക് ഉള്ളിൽ ചുവന്ന കളറുള്ള പേരക്ക കുറേ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എമ്മിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് പേരയ്ക്ക. അപ്പോൾ ഇത് പഴുത്ത് ആകുമ്പോഴത്തേനും എമ്മിന് ഇവിടെ ഉണ്ടാവുമോ എന്നറിയില്ല. എമ്മിൻ്റെ പപ്പേൻ്റെ അടുത്ത് പോകുമായിരിക്കും. നോക്കാം നമുക്ക്. അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമണിക്ക് കൊടുക്കാം. നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെയൊക്കെ വലിയ മരത്തിലൊക്കെ പേരക്ക പിടിക്കുള്ളൂ. ഇവിടെ ചെറിയ കുഞ്ഞു തൈയാണ്, അതിൽ നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മത്തൻ്റെ വള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരെണ്ണം ഞാനിങ്ങനെ വെറുതെ ഒന്ന് തൊട്ടപ്പോൾ അത് കയ്യിലേക്ക് പോന്നു. നല്ല കറിവേപ്പ് ഇഷ്ടം പോലെ അവിടെ ഉണ്ട് കേട്ടോ. ഈ പച്ചക്കറികളൊന്നും നട്ടതല്ല, അതൊക്കെ തനിയെ ഉണ്ടായി വരുന്നത് അവിടെ. പിന്നെ ആകെ നട്ടതെന്ന് പറയാൻ അച്ഛൻ നട്ടതാണ് അവിടെ
ക്യാബേജും കോളിഫ്ലവറും നട്ടിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ ഞാൻ ഇന്നാൾ പറിച്ചപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടാകും. ഇത് ക്യാബേജാണ്. ക്യാബേജും കൂടി പറിക്കാറായിട്ടുണ്ട് കേട്ടോ. ചെറുതാണ്, എന്നാലും അത് അത്ര തന്നെ ആവുള്ളൂ എന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നിശാഗന്ധിയാണ്. നിറയെ പൂക്കളുണ്ടാകും കേട്ടോ. ആയിട്ടില്ല, പൂ പിടിക്കാനൊന്നും ആയിട്ടില്ല. കുറേ പൂക്കളുണ്ടാകും. ചാണകമൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് കുളിച്ച് റെഡിയായി നമുക്കൊന്ന് ബത്തേരി വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ബത്തേരി പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ നമ്മൾ അമ്മ വീട്ടിലേക്ക് പോയി കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നത്? ബത്തേരിക്കാണ്. ഇത് വയലറ്റ് സാധനം. അത് കണ്ടോ, ഇത് വെള്ളയും വയലറ്റും മിക്സ്. പച്ചക്കാന്താരി, ഇത് വെള്ളക്കാന്താരി. അവിടെ മേലെ ഇങ്ങനെ അത് 1.5 ഉള്ളൂ. ഞാനിപ്പോ വീണാനാ. 2 ഉള്ളൂ. ഇതായില്ല. അപ്പോൾ വരുമ്പോഴേക്കും കുറച്ച് ദിവസം കൊണ്ട് ഇത്തിരിയും കൂടി വലുതാവും. മുതുക്കൻ സാധനം. അമ്മൂമ്മ നാളെ യൂട്യൂബിലുണ്ടാവും. യൂട്യൂബിലൊന്നും എന്നെ കൊണ്ടാക്കല. ഇറങ്ങാട്ടോ, കാലിലൊട്ടി പിടിക്കോ. കണ്ണ് തെറ്റാൻ കാത്തുക്കും എമൻ. എമൻ ചീത്തയത്. വടി എടുത്തോട്ടാ, വടി എടുത്തോ. അവൻ ചാണകത്തിൽ കളിക്കുക. ചീര പറിച്ച് ചെറിയ ചീരകള് കുഞ്ഞിനെ കാണിക്കണ്ട, ചീര മതി. കുഞ്ഞിനെ അച്ഛനൊന്നും കാണിക്കണ്ട, ചീര മതി. കത്തി നീ പിടിക്കല്ലേ. ഹലോ ഗായ്സ്, ഇത്രയും ചീര പറിച്ചു. ഇനിയുണ്ടതാ ഇഷ്ടം പോലെ.